പ്രൈസ് ദി ലോർഡ്. ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. ദൈവത്തിൻ്റെ വചനത്തിൽ നമുക്കൊരു വാക്യം ചിന്തിക്കാം. യോബിൻ്റെ പുസ്തകം 42-ാം അധ്യായം 2-ാം വാക്യം. നിനക്ക് സകലവും കഴിയുമെന്നും നിൻ്റെ ഉദ്ദേശമൊന്നും അസാധ്യമല്ലെന്നും ഞാൻ അറിയുന്നു. ഐ നോ ദാറ്റ് യു ക്യാൻ ഡു ഓൾ തിങ്സ് ആൻഡ് ദാറ്റ് നോ പർപ്പസ് ഓഫ് യുവേഴ്സ് ക്യാൻ ബി ട്വാർഡ്. ഹല്ലേലൂയ. യോബിൻ്റെ പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ യോബിൻ്റെ എന്ന വാക്കിൻ്റെ അർത്ഥം പീഡിപ്പിക്കപ്പെട്ടവൻ എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. യോബിൻ്റെ പുസ്തകത്തിൽ നമുക്കൊത്തിരി സംവാദങ്ങൾ അല്ലെങ്കിൽ ഡിബേറ്റ്സ് കാണുവാൻ കഴിയും. അതിൻ്റെ കീ ചാപ്റ്റർ എന്ന് പറയുന്നത് 42-ാം അധ്യായമാണ്. ആദ്യ ഭാഗങ്ങളിലെല്ലാം ഒത്തിരി ക്വസ്റ്റ്യൻസ് തൻ്റെ കൂട്ടുകാരുമായിട്ടുള്ളതൊക്കെ നമുക്ക് കാണുവാൻ കഴിയും. അത് അവസാന അധ്യായങ്ങളിലേക്ക് വരുമ്പോൾ 38 മുതൽ 41 വരെയുള്ള അധ്യായങ്ങളിലേക്ക് വരുമ്പോൾ ദൈവം യോബിനോട് ചോദിക്കുന്ന 77 ചോദ്യങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. അതിനു മുമ്പ് 1 മുതൽ 37 വരെ അധ്യായങ്ങളിൽ ദൈവം പിശാചിനോട് ചോദിക്കുന്നത്, പിശാച് ദൈവത്തോട്, ഭാര്യ യോബിനോട്, അങ്ങനെ പല നിലകളിലാണ്. എന്നാൽ 38 മുതൽ 41 വരെയുള്ള അധ്യായങ്ങളിൽ 77 ചോദ്യങ്ങൾ ദൈവം യോബിനോട് ചോദിക്കുന്ന ചോദ്യങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. ഹല്ലേലൂയ. അതിനകത്ത് സൃഷ്ടിപ്പിൻ്റെ മഹത്വം നിനക്കറിയാമോ? നക്ഷത്രരാശികളുടെ ബന്ധം നിനക്കറിയാമോ? മൃഗങ്ങളുടെ ശക്തി നിനക്കറിയാമോ? കാട്ടാടുകളുടെ പ്രസവം നിനക്കറിയാമോ? വനഗർത്തങ്ങളുടെ ശക്തി നിനക്കറിയാമോ? മുട്ടയുടെ വെള്ളയ്ക്ക് രുചിയുണ്ടോ? ഇങ്ങനെയുള്ള സാധാരണമായ ചോദ്യങ്ങൾ ദൈവം യോബിനോട് ചോദിക്കുക. ഈ ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴത്തേക്ക് യോബിൻ്റെ സകലവും നഷ്ടപ്പെട്ട ഒരവസ്ഥയിലാണ്. തൻ്റെ ആടുമാടുകൾ, തൻ്റെ പുത്രിപുത്രന്മാർ, തൻ്റെ ആരോഗ്യം, ഭാര്യ തനിക്കെതിരായി, ഇങ്ങനെ പല നിലകളിലുള്ള മുഴുവൻ നഷ്ടപ്പെട്ട അവസ്ഥയിലായിരിക്കുന്ന യോബിനോടാണ് ദൈവം ഈ ക്വസ്റ്റ്യൻസ് എല്ലാം ചോദിക്കുന്നത്, 77 ചോദ്യങ്ങൾ. എന്നാൽ ഇതിലൊന്നും ഇയ്യോബിന് ഉത്തരം പറയുവാൻ കഴിയാതെ ഇയ്യോബ് വായുപൊത്തിയെന്ന് നമുക്ക് കാണുവാൻ കഴിയും. ഹല്ലേലൂയ. അതിനു മുൻപ് സ്നേഹിതന്മാരുമായിട്ടുള്ളൊക്കെ ചോദ്യങ്ങളൊക്കെ വന്നപ്പോൾ അതിനെല്ലാം ഇയ്യോബ് ഇങ്ങനെ മറുപടി പറഞ്ഞ് നിൽക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ദൈവത്തിൻ്റെ ചോദ്യങ്ങളുടെ മുൻപിൽ ഇയ്യോബിന് ഒരു മറുപടിയും പറയുവാൻ കഴിയാതെ ഇയ്യോബ് വായുപൊത്തി. ഹല്ലേലൂയ. അതിനുശേഷം ഈ 77 ചോദ്യങ്ങൾക്കെല്ലാം കൂടെ ഇയ്യോബിന് പറയുവാൻ ഒരേ ഒരു മറുപടിയാണ് ഉണ്ടായിരുന്നത്. അതാണ് നമ്മൾ വായിച്ചത്. നിനക്ക് സകലവും കഴിയുമെന്നും നിൻ്റെ ഉദ്ദേശങ്ങളൊന്നും അസാധ്യമല്ലെന്നും ഞാൻ അറിയുന്നു. ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്ന ഇയ്യോബ് ഡിക്ലെയർ ചെയ്യുകയാണ് ദൈവത്തിൻ്റെ സർവ പരമാധികാരത്തെ, ആ സുപ്രീം പവറിനെ. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പദ്ധതിക്കപ്പുറമായിട്ട് ഒന്നും മനുഷ്യൻ്റെ ജീവിതത്തിൽ നടക്കയില്ല എന്നുള്ള അത് ഇയ്യോബ് പൂർണ്ണമായിട്ട് അംഗീകരിക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. ഇയ്യോബ് ഒരു ടേണിംഗ് പോയിന്റിലേക്ക് കടന്നു വരിക. അതുവരെ സംവാദങ്ങളൊക്കെ ആയിരുന്നെങ്കിൽ ഈ ദൈവത്തിൻ്റെ ചോദ്യത്തിൻ്റെ മുൻപിൽ ഇയ്യോബ് സമർപ്പിച്ചു, കർത്താവേ നിനക്ക് സകലവും കഴിയും, നിൻ്റെ ഉദ്ദേശമൊന്നും അസാധ്യമല്ലെന്ന് പറഞ്ഞ് ഒരു ടേണിംഗ് പോയിന്റ് അവൻ്റെ ആത്മീയ ജീവിതത്തിൻ്റെ, ആ സ്പിരിച്വൽ ജേർണിയിൽ ചോദ്യം ചെയ്യലിൻ്റെയും വിലപിക്കലിൻ്റെയും എല്ലാ അവസ്ഥ മാറിയിട്ട് ദൈവത്തിൻ്റെ അധികാരത്തെ അക്സെപ്റ്റ് ചെയ്യുന്ന, ഉൾക്കൊള്ളുന്ന ഇയ്യോബിനെ നമുക്ക് കാണുവാൻ കഴിയും. അതിനുശേഷം, ആ ഡിക്ലറേഷന് ശേഷം ദൈവം ആ സ്നേഹിതരെ ശാസിക്കുകയും ഇയ്യോബിനോട് ചേർന്ന് നിന്ന് അവന് വേണ്ടതെല്ലാം, അവൻ്റെ ആരോഗ്യത്തെ റിസ്റ്റോർ ചെയ്ത്, ആമേൻ, അവൻ്റെ അനുഗ്രഹം എല്ലാം ഇരട്ടിയായി മടക്കി കൊടുക്കുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിലേക്ക് 42-ാം അധ്യായം കടന്നു വരുന്നത് നമുക്ക് കാണുവാൻ കഴിയും. ഗോഡ്സ് പ്ലാൻസ് ആർ പെർഫെക്റ്റ് ആൻഡ് അൺചേഞ്ചബിൾ. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പ്ലാനുകൾ എത്രയോ ശ്രേഷ്ഠമാണ്, അതൊരിക്കലും മാറാത്തതാണ്. ഗോഡ്സ് അൺലിമിറ്റഡ് പവർ. ഹല്ലേലൂയ. സർവശക്തിയുള്ള ദൈവത്തിൻ്റെ, ആമേൻ, നമ്മളെക്കുറിച്ചുള്ള ദൈവിക പദ്ധതി, ആമേൻ, നയിക്കുവാൻ ഏത് വിധത്തിലും നമ്മളെ അതിലേക്ക് ദൈവം നയിച്ചുകൊണ്ട്, അൺസ്റ്റോപ്പബിൾ പർപ്പസ്. വിസ്ഡം ആൻഡ് ഒംനിസൻ, സർവജ്ഞാനിയായ ദൈവം. ഹല്ലേലൂയ. നമ്മുടെ ആരുടെയും ചിന്തകൾ ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ മറഞ്ഞിരിക്കുന്നില്ല. എന്നാൽ ദൈവത്തിൻ്റെ ഹിതത്തിൻ്റെ പൂർണ്ണതയിലേക്ക് ദൈവം നമ്മളെ നയിച്ചു കൊണ്ടുപോകുവാനിടയായിത്തീരും.
യോബ് ഇങ്ങനെ ദൈവകരങ്ങളിൽ സമർപ്പിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ 42-ാം അധ്യായം 10-ാം വാക്യത്തിൽ പ്രകാരമാണ് കാണുന്നത്. യോബ് തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ യഹോവ തൻ്റെ സ്ഥിതിക്ക് ഭേദം വരുത്തി മുൻപേ ഉണ്ടായിരുന്നതൊക്കെയും യഹോവ യോബിന് ഇരട്ടിയായി നൽകി കൊടുക്കുവാനിടയായി. യോബിൻ്റെ എല്ലാം റിസ്റ്റോർ ചെയ്യുവാനിടയായി. അവിടെ ഈ ഒറ്റ കാര്യമാണ് അതിനെല്ലാം മുഖാന്തരമായി തീർന്നത്. യോബ് തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഹാലലൂയ. പ്രിയ ദൈവമക്കളെ, ആമേൻ, ഹാലലൂയ. നമ്മുടെ അറിയാൻ ദൈവം നമ്മളെ കടത്തിവിട്ട അനുഭവങ്ങളുടെ നടുവിൽ നമുക്കൊത്തിരി ചോദ്യങ്ങൾ മാനുഷികമായ നിലയിൽ ഉണ്ടാകും. എന്നാൽ ദൈവത്തിൻ്റെ മുമ്പിൽ ആ ചോദ്യത്തിനൊന്നും വലിയ പ്രസക്തിയില്ല. എന്നാൽ ദൈവകരങ്ങളിൽ നമ്മളെ സമ്പൂർണ്ണമായി സമർപ്പിച്ച്, ആമേൻ, കർത്താവേ, നിനക്ക് സകലവും കഴിയും, നിൻ്റെ ഉദ്ദേശം ഒന്നും അസാധ്യമല്ലെന്ന് പറഞ്ഞ് ഏൽപ്പിച്ചു കൊടുത്ത യോബിന് വേണ്ടി ദൈവം ചെയ്ത അത്ഭുത പ്രവൃത്തി. നമ്മുടെയും ജീവിതത്തിൽ അങ്ങനെ ആഴമേറിയ ഒരു സമർപ്പണം ഉണ്ടെങ്കിൽ, ഹല്ലേലൂയ, ആമേൻ, നമ്മൾ നിന്ദിക്കപ്പെടുന്ന അവസ്ഥകൾ കടന്നു വന്നാലും, നമ്മൾ കടന്നു പോകുന്ന വിവിധമായ സാഹചര്യത്തിൽ നമ്മുടെ ആക്ഷൻ എന്താണ്? ഹല്ലേലൂയ. കഠിനമായ വാക്കുകൾ വന്നപ്പോഴും യോബ് അവൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ദൈവം കൊടുത്ത നിയോഗപ്രകാരം. ഹല്ലേലൂയ. നമുക്ക് ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം, ദൈവഹിതത്തിനായി സമർപ്പിക്കാം, ദൈവത്തിൻ്റെ ഉദ്ദേശത്തിനായി നമ്മെ സമർപ്പിക്കാം. അങ്ങനെ സമർപ്പിക്കപ്പെട്ടാൽ നമ്മളത് ആ ദൈവസ്നേഹത്തിൽ ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ സ്ഥിതിക്ക് ഭേദം വരുത്തുക മാത്രമല്ല, ഹല്ലേലൂയ, നമ്മുടെ എല്ലാ അവസ്ഥയ്ക്കും മാറ്റം വരും. യോബിനെ ഇരട്ടിയായി എല്ലാം മടക്കി കൊടുത്തുവെങ്കിൽ നമ്മളെ അനുഗ്രഹിക്കുവാൻ, ഇരട്ടിയായി അനുഗ്രഹിക്കുവാൻ നമ്മുടെ ദൈവം വിശ്വസ്തനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. യേശു കർത്താവ് ക്രൂശിൽ കിടന്ന് പറഞ്ഞ ഒരു വാചകം നമുക്കറിയാം. കർത്താവ്, ഇവർ ചെയ്യുന്നത് എന്തെന്ന് അറിയായക കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ. ഹല്ലേലൂയ. പലതും അറിവില്ലാതെ മനുഷ്യർ പലതും പറഞ്ഞേക്കാം. എന്നാൽ നമ്മളിലുള്ള ദൈവഹിതം നടപ്പാക്കാൻ അതൊന്നും ഒരു തടസ്സമല്ല. ദൈവകരങ്ങൾ നമ്മളെ തന്നെ സമ്പൂർണ്ണമായി സമർപ്പിച്ച് നമ്മുടെ ഒരു ശക്തമായ പ്രാർത്ഥന, ദൈവഹിത പ്രകാരമുള്ള പ്രാർത്ഥനയുടെ മുൻപിൽ അവിടെ വലിയൊരു റിസ്ട്രേഷൻ നടക്കുകയാണ്. വലിയ ഡബിൾ ബ്ലെസ്സിങ്സ് നമ്മുടെ മേൽ, ആമേൻ, ദൈവം കൊണ്ടുവരികയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് നമുക്ക് ഒരു ദൃഢനിശ്ചയത്തോടെ, ഒരു റിസൊല്യൂഷനോടെ നമുക്ക് ദൈവകരങ്ങൾ സമർപ്പിക്കാം. ആമേൻ. നമുക്കും ഈ വാക്യത്തോട് ചേർന്ന് നമുക്ക് പറയാം, കർത്താവേ, നിനക്ക് സകലവും കഴിയും, നിൻ്റെ ഉദ്ദേശം ഒന്നും അസാധ്യമല്ല. നമ്മുടെ ജീവിതത്തിൽ കടന്നു